إسلامنا هدية من ربنا الرحمن إسلامنا بنوره أضاءت الأكوان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം എങ്ങനെ മുസ്ലിമാകും എന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാകുന്നു. ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച, ഇതിലെ ചരാചരങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹു, ആ അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ മനുഷ്യ സമൂഹത്തിനു വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള മതമാകുന്നു ഇസ്ലാം. ഖുർആൻ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും മതമെന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാം ആകുന്നുവെന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സമർപ്പണം, സമാധാനം, തൻ്റെ ജീവിതം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് സമർപ്പിക്കുക, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോവുക. താൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവതൃപ്തിയാണ് അതിൽ പ്രഥമമായി പരിഗണിക്കുക. അപ്പോൾ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക, അതാണ് ഇസ്ലാം. ആ ഇസ്ലാം ഉൾക്കൊണ്ടയാളെയാണ് മുസ്ലിം എന്ന് പറയുക. ഇസ്ലാം ഉൾക്കൊണ്ടയാൾ മുസ്ലിം, ജീവിതം ദൈവത്തിന് സമർപ്പിച്ചവൻ. അങ്ങനെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന സമാധാനം, അതാണ് ഇസ്ലാം. ആ നിലക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മതമാകുന്നു ഇസ്ലാം. ആ ഇസ്ലാം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് കാലാകാലങ്ങളിലായി വിവിധ ജനസമൂഹങ്ങളിലേക്ക് അല്ലാഹു തആല മനുഷ്യരായ ദൂതന്മാരെ നിശ്ചയിച്ചത്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അവർക്ക് ലഭിച്ചു. ആ ലഭിച്ച സന്ദേശങ്ങൾ തങ്ങളുടെ ജനതയ്ക്ക് കൈമാറുന്ന ഉത്തരവാദിത്തം അവർക്കാണ്. അവരായിരുന്നു പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ. അവർ ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു, ദൈവമാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു, ദൈവത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവരെ അറിയിച്ചു. അതാണ് ഇസ്ലാം. അപ്പോൾ ദൈവിക നിയമ സംഹിതയാണ് വിശുദ്ധ ഇസ്ലാം. അപ്പോൾ ഈ ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക എന്നൊരു ചോദ്യം ഇസ്ലാമിനെ കുറിച്ചാൽ മനസ്സിലാക്കി. ഇസ്ലാം എന്താണ് പറയുന്നത്? ഇസ്ലാം പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഒരു രക്ഷിതാവുണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഉടമസ്ഥനായ അജയ്യനായ ശക്തനായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി എത്രയേ? അള്ളാഹു. ആ അള്ളാഹുവിനെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളിൽ പ്രഥമമായത് അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ചാണ്. ആരാണ് തന്നെ സൃഷ്ടിച്ചത്? തനിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് ആര്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആര്? ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് മനുഷ്യനുണ്ടാകണം. അതല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ പിറന്നു, ഞാനെങ്ങനെ ജീവിക്കുന്നു, മരിക്കുമ്പോഴേ ജീവിക്കണം, ഇത് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും നശിപ്പിക്കാനുള്ളതാണ് ഈ ജീവിതം എന്ന രൂപത്തിൽ ലക്ഷ്യബോധമില്ലാതെയുള്ള ജീവിതമല്ല മനുഷ്യന്, ബുദ്ധിമാനായ മനുഷ്യനുണ്ടാകേണ്ടത്. മറിച്ചൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിന്. ആ ലക്ഷ്യമാണ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു കൈമാറിയത്. അപ്പോൾ അതാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇസ്ലാം ദൈവത്തിൻ്റെ മതമാകുന്നു, അള്ളാഹുവിൻ്റെ മതമാകുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് എങ്ങനെ മുസ്ലിമാകാൻ കഴിയും? വളരെ എളുപ്പമാണ്. ഇസ്ലാമിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാണ്. അതിൽ കെട്ടിക്കുടുക്കുകളോ സങ്കീർണതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല.
മുസ്ലിമാകേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചറിയണം. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥൻ, ഒരു ശക്തി, ഒരു സൃഷ്ടാവ് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവൻ ഏകനാണ് എന്നയാൾ തിരിച്ചറിയുന്നു. കാരണം തുല്യശക്തിയുള്ള രണ്ട് ദൈവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം എന്നേ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കാരണം ദൈവങ്ങൾ തമ്മിൽ അവരുടെ ശക്തി പരീക്ഷിക്കലാകും പിന്നീട് ഉണ്ടാവുക. അതോടുകൂടി എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഏകനായ അജയ്യനായ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് അയാൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയും അത് പഠിക്കാനുള്ള വഴി ഏതാണ്? പ്രവാചകന്മാരിലൂടെയാണ്. പ്രവാചകന്മാരെയാണ് അള്ളാഹു ദൈവം അതിനു വേണ്ടി നിശ്ചയിച്ചത്. അപ്പോൾ ആദാം മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം, നൂഹ് നോഹ, അതുപോലെ അബ്രഹാം ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ജോസഫ് യൂസഫ്, സോളമൻ സുലൈമാൻ, ലൂത്ത്, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ, ഹൂദ്, സ്വാലിഹ്, അങ്ങനെ സക്കരിയ, മോസസ്, മൂസ, ജീസസ്, ഈസ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇങ്ങനെ ഈ പ്രവാചകന്മാർ വിവിധ കാലങ്ങളിൽ അല്ലാഹു തആല ജനങ്ങളിലേക്ക് ഇവരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പം അവസാനമായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ജനിച്ച, മദീനയിൽ മരണപ്പെട്ട, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ ജനനം മക്കയിലാണ്, മരണം മദീനയിലാണ്. ഞാനിത് പറഞ്ഞത് അദ്ദേഹം മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ആ അള്ളാഹുവിനെ ആരാധിക്കുക, അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞ് മുഹമ്മദ് നബിയെക്കുറിച്ച് മനസ്സിലാക്കി മുഹമ്മദ് നബി സത്യവാനായ പ്രവാചകനാണ് എന്ന് ഉൾക്കൊണ്ട് ആ വിശ്വസിച്ച കാര്യം താൻ മനസ്സിലാക്കി താൻ ഉൾക്കൊണ്ട, താൻ വിശ്വസിക്കേണ്ട അക്കാര്യം അയാൾ പരസ്യമായി നാവുകൊണ്ട് പറയുന്നതോടുകൂടെ അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അത്രേ ഉള്ളൂ. ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ 2 സാക്ഷ്യവചനങ്ങളും പറയുക എന്നതാണ് അതിൻ്റെ നിയമം. എന്താണത്? അറബിയിൽ ആ 2 വാക്കുകൾ ഇപ്രകാരമാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു, വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നിശ്ചയമായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് 2 സാക്ഷ്യവചനങ്ങൾ. ഈ സാക്ഷ്യവചനങ്ങൾ അയാൾ അത് മനസ്സിലാക്കി, അയാൾ ഉൾക്കൊണ്ട് വിശ്വസിച്ച് തൻ്റെ നാവിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ അതോടുകൂടെ ആ മനുഷ്യൻ മുസ്ലിമായിത്തീരുന്നു. ഇസ്ലാമിലേക്ക് അയാൾ പ്രവേശിച്ചു. അപ്പം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ് സാക്ഷ്യവചനങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തൻ്റെ പഠനത്തിലൂടെ, തൻ്റെ അനുഭവത്തിലൂടെ, തൻ്റെ ചിന്തയിലൂടെ അയാൾ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനത്രേ അള്ളാഹു. ആ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ, ദൂതന്മാരിൽ അവസാനത്തെയാളാകുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് മുഹമ്മദ് നബി സത്യസന്ധനായ പ്രവാചകനാകുന്നു. മുഹമ്മദ് നബി പഠിപ്പിച്ച രൂപത്തിലാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. മുഹമ്മദ് നബിയാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. മറ്റ് പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞുപോയല്ലോ. ഓരോ പ്രവാചകൻ വരുമ്പോൾ അതിനു മുമ്പുള്ള പ്രവാചകൻ്റെ നിയമനിർദ്ദേശങ്ങൾ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ട്, അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് പ്രവാചകന്മാർ വരിക. അവസാനമായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടെ മറ്റ് പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ മുഹമ്മദ് നബിയെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം പൂർണ്ണമാക്കുകയാണ് വേണ്ടത്.
യേശുക്രിസ്തുവിൻ്റെ ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ അയാൾ പറയേണ്ടിയിരുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല, ഈസാ നബി യേശു ദൈവത്തിൻ്റെ ദൂതനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടമായപ്പോഴേക്ക് മുസ്ലിം ആകണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ മറ്റാരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകന്മാരുടെ ഓരോ കാലഘട്ടത്തിൽ രണ്ടാം കലിമയിൽ പ്രവാചകന്മാർ വിശ്വസിക്കുന്ന മാറ്റം വരുമെങ്കിലും ഒന്നാമത് പറഞ്ഞ സാക്ഷ്യവാക്യം എന്നും സ്ഥിരമാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നത് എന്നുമുള്ളതാണ്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഈസാ നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. മൂസാ നബിയുടെ മോസസിൻ്റെ കാലഘട്ടത്തിൽ മോസസ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂസയെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസിയാകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടമായപ്പോഴേക്കും ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അയാൾ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അയാൾ മുസ്ലിമാകും. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യവാക്യം എന്നും ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ അത് ഒരാൾക്ക് ഇപ്പോൾ മുസ്ലിം ആകണമെങ്കിൽ അയാൾ ഇപ്പോൾ പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യവാക്യം മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് അയാൾ പറയുന്നതോടുകൂടെ അയാൾ മുസ്ലിമായി. അല്ലാതെ ഒരു ഇസ്ലാമിൻ്റെ പേര് വെച്ചതുകൊണ്ട് മുസ്ലിമാകില്ല, ഒരു അറബി പേരിട്ടതുകൊണ്ട് മുസ്ലിമാകില്ല. ഈ വിശ്വാസമുണ്ടാകണം, അത് പ്രഖ്യാപിക്കണം. ആരുമില്ലാത്ത ഒരാൾക്ക് ഇത് ബോധ്യമാണെന്ന് വിചാരിക്കുക, അയാൾ പറഞ്ഞാൽ മതി ഞാൻ അംഗീകരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇനി മുസ്ലിമായ ഒരാൾ അയാളുടെ പേര് ചില ആളുകൾ ചോദിക്കാറുണ്ട്, മുസ്ലിം ആയാൽ പേര് മാറ്റണം. ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത പേരുകൾ മാറ്റേണ്ടതില്ല. ഇപ്പോൾ ഒരാളുടെ പേര് ദേവദാസ്, ദൈവത്തിൻ്റെ ദാസൻ എന്നാണെങ്കിൽ അതിൻ്റെ അറബി അബ്ദുള്ള എന്നാണ്, അത് ദേവദാസ് തന്നെ മതിയാകും, അത് മാറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരാളുടെ പേര് യേശുദാസ്, യേശുവിൻ്റെ ദാസൻ എന്നാണെങ്കിലോ അത് മാറ്റണം. യേശുവിൻ്റെ ദാസനില്ല, ദൈവത്തിൻ്റെ ദാസനാണ്. യേശു ഒരു മനുഷ്യനാണ്, മുഹമ്മദ് നബിയും ഒരു മനുഷ്യനാണ്. അവർക്ക് അടിമയില്ല, അവരാരെയും സൃഷ്ടിച്ചിട്ടില്ല, അവരും ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു. അതുകൊണ്ട് ആ പേര് മാറ്റണം. അപ്പം ആ നിലയ്ക്ക് ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത പേരുകളാണെങ്കിൽ അത് മാറ്റണമെന്ന് ഇസ്ലാം പറയുന്നതിന് നിയമമൊന്നുമില്ല, നിർബന്ധമില്ല. അയാൾക്ക് അയാളുടെ പേര് തന്നെ സ്വീകരിക്കാം. ഇനി സമൂഹത്തിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ പേര് മാറ്റുന്നതുകൊണ്ട് തകരാറുമില്ല. അപ്പോൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്രകാരമാണ് ഒരാൾക്ക് മുസ്ലിമാകേണ്ടത്. ഈ സാക്ഷ്യവാക്യം ഉരുവിട്ട് കഴിഞ്ഞാൽ, വിശ്വാസത്തോടുകൂടെ അയാളത് ഉരുവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മുസ്ലിമായി ജീവിക്കും. ഒരു കാപട്യമായിട്ടാണ് അയാൾ പറഞ്ഞതെങ്കിലോ, ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഒരു കാപട്യ രൂപത്തിൽ ഞാൻ മുസ്ലിമാകുന്നു എന്ന് ഈ കലിമ പ്രഖ്യാപിച്ചാൽ അയാൾക്ക് എന്താണ് നേട്ടം? അയാൾക്ക് മുസ്ലിം സമൂഹത്തിൽ കൂടെ നടക്കാം, മുസ്ലിം സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരം കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ ശക്തമായ പരീക്ഷണവും ശക്തമായ ശിക്ഷയും അയാൾക്കുണ്ടാകും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക. ഈ സാക്ഷ്യവചനമാണ് ഇസ്ലാമിലേക്കുള്ള പ്രവേശനം. വേറെ ഒരു ചടങ്ങുകളും വേറെ ഒന്നും ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കും. പിന്നെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു മുസ്ലിങ്ങളെ പോലെ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് അയാൾ മനസ്സിലാക്കി അത് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അയാൾ ഇസ്ലാം യഥാർത്ഥ രൂപത്തിൽ പരിപൂർണമാവുകയുള്ളൂ എന്നുകൂടി അറിയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാണ്. ഈ സാക്ഷ്യവചനങ്ങൾ ഉരുവിട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കില്ല. മറ്റ് യാതൊരു ചടങ്ങുകളും അതിനില്ല എന്നറിയുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.